ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും സ്പെഷ്യൽ ഉണ്ട്. രസം, മിളക് രസം എന്ന് പറഞ്ഞാൽ കുരുമുളക് ഇട്ട രസം. അപ്പോൾ ബോട്ടിയൊക്കെ നമുക്ക് എന്തായാലും ഈ പറയുന്ന പോലെ കുറേ വീഡിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ മിളക് രസം സ്പെഷ്യൽ സാധനമാണ്. അത് ഉണ്ടാക്കണത് എന്തായാലും കാണിക്കണം. സച്ചു സ്പെഷ്യൽ തന്നെയാണ്. അപ്പം അത് ഈ പറയുന്ന പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ്, പൊളി സാധനമായിരിക്കും. അപ്പോൾ രസം വെക്കുമ്പോൾ ഇതേപോലെ നോൺ വെജ് എന്തെങ്കിലും വേണം. ബോട്ടിയിൽ നിന്ന് നമ്മൾ കിട്ടിയ കാരണം മേടിച്ചതാണ്. ബീഫ് കഴിക്കാത്തൊരു മട്ടൻ ആവാം, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആവാം. പിന്നെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ഫ്രൈ നമ്മൾ പുഴുങ്ങിയിട്ട് കഷ്ണാക്കിയിട്ട് പിന്നെ ജസ്റ്റ് അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഇനി വെള്ളത്തിലിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പൊ ഇതിന് വെള്ളത്തിലിട്ടതും സെറ്റായി കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ക്ലീൻ ചെയ്താൽ മതി, ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ രസം വെക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് മിളക് രസത്തിനുള്ള ആവശ്യമായ സാധനങ്ങൾ: ഇത് നമ്മുടെ ഉണക്കമിളക്, വെളുത്തുള്ളി. ഇത് നമുക്ക് ഇവിടെ ഖത്തറിലല്ല പുറം രാജ്യത്തൊക്കെ ഇങ്ങനെ വലിയ വെളുത്തുള്ളി ഇതാണ് വില കുറവ്, മറ്റേ നല്ല വിലയാണ്. അപ്പം നമ്മൾ ഇവിടെ അതാണ് മേടിക്കുക. പച്ചമുളകുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ ഇത് കായം, പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കടുക്, പിന്നെ ഇത് ഉലുവ, പിന്നെ കുരുമുളകിൻ്റെ കുരു, നമ്മളെ മുഴുത്ത കുരുമുളകില്ലേ അതിന്നാണ്. അപ്പം ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഞങ്ങളുടെ ബന്ധക്കാരെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ ഇതേപോലെ പഴുത്തത് നോക്കിയിട്ട് പൊട്ടിച്ച് സെറ്റാക്കി തന്നതാണ്. പൈസ കൊടുത്തിട്ടുണ്ട്. അതെന്നെ പൊടിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഈ രസത്തിനൊക്കെ ശരിക്കും ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇത് വേണം. ഇതിൽ നമ്മൾ ഇതാണ് എന്താണെന്നറിയാം, നല്ല ജീരകം. പിന്നെ തക്കാളി നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ മേടിക്കണം ഇതിൽ യൂസ് ചെയ്യുമ്പോൾ. അതും നമ്മൾ എന്താ പറയുക, നാടൻ തക്കാളി എന്നൊക്കെ പറയും. അത് എത്രത്തോളം നാടൻ തക്കാളി മറ്റേ തക്കാളി എന്നുള്ളത് അറിയില്ല നമുക്ക്. പക്ഷെ തക്കാളിയിൽ എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഈ പറയുന്ന പോലെ നല്ല ഉരുണ്ടിട്ട് ഉള്ളിൽ നല്ല ജ്യൂസ് ഉള്ളതും, പിന്നെ മറ്റേത് കുറച്ചൊരു കൂർത്ത പോലെയും അധികം ജ്യൂസ് ഇല്ലാണ്ട് കുറച്ച് കട്ടിയുള്ളതുമാണ് ഉണ്ടാവുക. 2 തരം തക്കാളി. അതിൽ നമുക്ക് നല്ല ജ്യൂസ് ഉള്ളത് 2 നല്ല പഴുത്ത തക്കാളി. അതിനാണ് ടേസ്റ്റ് കൂടുതലും ചാറ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ തക്കാളി നമ്മൾ അരിഞ്ഞിടാൻ പാടില്ല. അപ്പോൾ ഈ അരിഞ്ഞിടണേനും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കിയിട്ട് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നുമില്ല. നമ്മൾ മുറിക്കുമ്പോൾ നമ്മൾ ഈ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജ്യൂസ് നഷ്ടപ്പെടും. ഇതാകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് അടക്കം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കും. അപ്പോൾ മുഴുത്ത കുരുമുളക് കിട്ടാം. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ മിളക് രസമാണ്. അപ്പം മിളകിൻ്റെ ടേസ്റ്റ് ഹൈ ആയി നിൽക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എൻ്റെ ചെറിയ സ്പൂണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 2 3 ഒരു അരയും കൂടി. നിങ്ങൾക്ക് വലിയ സ്പൂണാണെങ്കിൽ നമുക്കൊരു 2.5 സ്പൂണൊക്കെ ഇടാം. അത് എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പോൾ മിളക് രസം അപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളക് ഇട്ട് ഇനി ഇടാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം ഇട്ടിട്ട് നമ്മളൊന്ന്, അത് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നല്ല ജീരകം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇടാം. നല്ല ജീരകം ഇട്ടാൽ നല്ല മണം കിട്ടും, മനസ്സിലായില്ലേ? രസത്തിന് നല്ല സ്മെല്ല്, ഫ്ലേവർ ഇങ്ങനെ ഭയങ്കര ഫ്ലേവറായിട്ടുണ്ടാവും. അത് നമുക്ക് 1 സ്പൂണൊക്കെ ഇടാം. ഓക്കെ,
അപ്പോൾ ഞാനിത് അടച്ചിട്ടെ. എന്നിട്ട് ഈ സാധനം ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? പൾസിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഞങ്ങളുടെ കെറ്റിലാണ് കുത്തി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഇതിൽ കുറച്ചും കൂടിയും 2-3 സാധനം ഇട്ടിട്ട് ഒന്നുകൂടിയും മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അത് മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് ഈ പറയുന്ന പോലെ 2 എണ്ണം ഇടാം. പക്ഷെ കൂടുതൽ ഇടുന്നത് കുറച്ച് ഇടുന്നത് നല്ലതാണ്, കാരണം രസമാണല്ലോ. അപ്പോൾ മറ്റേത് ഇത് ഈ പറയുന്ന പോലെ പൂണ്ടെന്ന് പറയും, വലിയ വലിയ അല്ലിയുള്ള സാധനമാണ്. നമുക്ക് ഇന്ത്യൻ സംഭവം എന്ന് പറഞ്ഞിട്ട് വരും. എന്താണ്? വെളുത്തുള്ളി. അത് ചെറുതാണ്, അത് നമുക്ക് തൊലിയോട് കൂടിയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്ത് വെക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നതല്ല, പറയാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നമുക്ക് മറ്റേ കോൽപ്പുളി, ചാണകപ്പുളി എന്തൊക്കെ പറയും നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയുന്നത് ഇതിനെ കോൽപ്പുളിനാ. അപ്പം അത് ഞാൻ കുറച്ച് മുന്നേ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെല്ലിക്കയുടെ സൈസ്, വലിയ നെല്ലിക്കല്ല, മറ്റേ നെല്ലിക്കല്ല, നമ്മുടെ നെല്ലിക്കകളില്ല, നാടൻ നെല്ലിക്കയുടെ സൈസ്. നാടൻ നെല്ലിക്ക ചെറുതല്ല, മറ്റേ നെല്ലിക്ക കുറച്ച് വലുതാണ്. പുളി കൂടി കഴിഞ്ഞാൽ ആ പുളിയുടെ ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പം നമുക്ക് ഇത് മിളക് രസമാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് മൂക്കിന്നൊക്കെ വെള്ളം വരണം നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോഴാണ് അതിൻ്റെ ഒരു കിക്ക് കിട്ടുള്ളൂ, രസം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുക് പൊട്ടിക്കാം. കടുകൊക്കെ നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ. അതൊന്നും നമ്മൾ കണക്ക് പറയുന്നില്ല, കാരണം അതൊക്കെ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉലുവ അധികം ഇടരുത് കേട്ടോ. ഉലുവ അധികം ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ വളരെ കുറച്ച് നോക്കിയാൽ ആകെ ഇത്രയേ ഇടുന്നുള്ളൂ. മനസ്സിലായി? ഇത് ഇട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് ചുവന്ന മുളക് ഇട്ടാ, ഉണക്കമുളക്. ചുവന്ന മുളക് എന്ന് പറഞ്ഞാൽ ഉണക്കമുളക് ഇട്ടാ, ഉണക്കമുളക് ഇത്. ഓക്കെ, ഉണക്കമുളക് ഇട്ട് ആ ഉണക്കമുളക് നമുക്കൊന്ന് ഒരു കറുപ്പ് കളറിലേക്ക് മാറണം. ആ കളറൊന്ന് മാറി ഒരു കറുപ്പ് കളറിലോട്ട് മാറുമ്പോൾ നമുക്ക് എന്താ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി ഒന്നും അധികം ഇടരുത് കേട്ടോ, കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച്. ഓക്കെ, ഒരു മണത്തിനും പിന്നെ നമുക്ക് ഈ കായം എന്താ പറയുക, ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കായപ്പൊടി ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ട ആവശ്യം ഈ സാധനമാണ് കേട്ടോ. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ, നമുക്ക് ഇതിലേക്ക് തട്ടാം. ഓക്കെ, നന്നായിട്ട് മിക്സിയിൽ നിന്നൊക്കെ വടിച്ചെടുത്ത് ഇതിട്ടാൽ ഭയങ്കര മണമായിരിക്കും കേട്ടോ. നല്ല ഫ്ലേവർ, പൊളി ഫ്ലേവറായി അതിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട്, അടിപൊളിയായിട്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ചൂടാകുമ്പോഴത്തേനും നോക്കി തക്കാളി ഞാൻ അതാ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കിടന്നൊന്ന് വാടി വരുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട. അത് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴട്ടൊന്ന് മാത്രം, ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ട് നാട്ടൊക്കെ മറച്ചിട്ട് കൊടുത്തിട്ട് ആഹാ, അതാണ് ശരിക്കും ആ ചുമയും തുമ്മലൊക്കെ വരണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് ആ രസം, മുളക് രസം പോലെ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് ഈ എന്താ പറയുക, പുളി നമ്മൾ നന്നായിട്ട് ഒരു അരമണിക്കൂർ മുന്നേക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇതിലേക്ക്
അങ്ങനെ കഴിയുമ്പോൾ തന്നെ വയ്ക്കും. അധികം പുളിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ പുളി. അപ്പോൾ നമുക്ക് നമ്മുടെ പുളിയിഞ്ചില്ലേ അതിൻ്റെ പോലെയാണ്. ഈ രസം പോലെ ഇത് കിട്ടും. അപ്പം അതിന് കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി. ഇതൊക്കെ പൊടികളൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. പൊടികളൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. നല്ല കുത്തലുണ്ട്, അതന്നെയാണ് വേണ്ടതും നമുക്ക്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. രസം തിളയ്ക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നൊര പോലെ വരും. ഓക്കെ, നൊര പോലെ വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിക്കുള്ള മിളക് രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാണ്ട്, അത് ഇവിടെ ഇല്ലാത്ത കാരണം അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പാണ് കേട്ടോ. അത് മസ്റ്റാണ്. കാരണം ആ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് വരുന്ന ഒരു ഫ്ലേവർ ഒരു അപാര ഫ്ലേവറാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ എന്തായാലും. അമ്പോ പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കിയാലുണ്ടല്ലോ അജാസ. വാവ്, ഒന്നും പറയാനില്ല. ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ അത് ആസ്വദിച്ചാൽ മതി.